ഹായ് ഫ്രണ്ട്സ്, ഞാൻ അമ്പിളി. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല പൂ പോലെയുള്ള ഇഡ്ഡലിയാണ്. പ്രഭാത ഭക്ഷണത്തിന് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണല്ലോ ഇഡ്ഡലി. ഇത് വളരെ ആരോഗ്യപ്രദായകവുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നല്ല പഞ്ഞി പോലെയുള്ള സോഫ്റ്റായ ഇഡ്ഡലിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു കപ്പിന് പച്ചരി ഞാൻ എടുത്തിരിക്കുകയാണ്. ഇങ്ങനെ 2 ഗ്ലാസ് പച്ചരി ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഗ്ലാസ് പച്ചരിക്ക് ഞാൻ 1 ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി ഞാൻ ആ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പച്ചരിയും ഉഴുന്നും നന്നായിട്ട് കുതിർത്തിയെടുക്കണം. ഏകദേശം ഒരു 8 മണിക്കൂറോളം അത് വെള്ളത്തിൽ കിടക്കണം. ഞാൻ ആ പാത്രത്തിലേക്ക് കുതിരുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായി കുതിർന്നതിന് ശേഷം വേണം നമുക്കിത് അരച്ചെടുക്കാൻ. നമുക്കിത് കുതിരുന്നതിനായിട്ട് മാറ്റിവെക്കാം. ഇഡ്ഡലി ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ പച്ചരിയും ഉഴുന്നും വെള്ളത്തിൽ ഇട്ടിരുന്നു. അത് 8 മണിക്കൂറായി നമ്മൾ കുതിർക്കാൻ വെച്ചിട്ട് നല്ല പാകമായിട്ട് ലഭിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സിയിൽ അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുതിരാൻ വെച്ച അരിയും ഉഴുന്നും കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇഡ്ഡലിക്കും ദോശയ്ക്കുമൊക്കെ നല്ലൊരു സുഗന്ധം കിട്ടാനും ഒക്കെ ഈ ഉലുവാപ്പൊടി ചേർക്കുന്നത് ഉത്തമമായിരിക്കും. അരയ്ക്കുന്നതിന് ആവശ്യമായ വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടിത് അരച്ചെടുക്കാം. മാവ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമുക്കത് ഒരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. അടുത്ത ട്രിപ്പ് അരച്ച മാവും കൂടി നമുക്ക് ആ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. മൊത്തം മാവും നമ്മളിതാ ചേർത്ത് കൊടുത്തിരിക്കുന്നു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ 2 തവണയായിട്ടാണല്ലോ അരി ഉഴുന്നും അരച്ചെടുത്തത്. അപ്പോൾ എല്ലാം കൂടി ഒന്നിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനെയും നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു 6 മണിക്കൂറെങ്കിലും ഇരിക്കുമ്പോഴേക്കും ഈ മാവ് നന്നായിട്ട് പൊന്തി വരും. എന്നിട്ട് വേണം നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കുവാനായിട്ട്. അരിയും ഉഴുന്നും കൂടി നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് നന്നായി വച്ചിരിക്കുകയായിരുന്നല്ലോ. 8 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്നു. നന്നായിട്ട് മാവ് പൊന്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മാവ് പൊന്തി വന്നിരിക്കുന്ന മാവ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇതുപോലെ ഇഡ്ഡലിക്ക് ആവശ്യമായ മാവ് റെഡിയായിരിക്കുന്നു. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടെടുത്തിട്ട് അതിൻ്റെ ഓരോ ഭാഗത്തും നമുക്കിതുപോലെ എണ്ണയൊന്ന് തൂക്കി കൊടുക്കാം. ഇഡ്ഡലി പിടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഓരോന്നിലും ആവശ്യമായ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാ കുഴികളിലും നമ്മൾ മാവ് കോരിയൊഴിച്ചു. ഒരു ഇഡ്ഡലി പാത്രം സ്റ്റവിൽ വെച്ചിരിക്കുകയാണ്. അതിൽ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിരിക്കുന്നു. അതിനുശേഷം നമ്മൾ ഓരോ തട്ടുകളായിട്ട് അതിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇഡ്ഡലി ഏകദേശം ഒരു 15 മിനിറ്റോളമായി നമ്മൾ സ്റ്റവിൽ വെച്ചിട്ട്. ഇപ്പോൾ ഇതെന്തായി എന്ന് നോക്കാം. ഈ പാകത്തിനായിട്ടുണ്ട്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വാങ്ങി വെച്ച് തണുപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇഡ്ഡലി നന്നായി തണുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഇളക്കിയെടുത്ത് വയ്ക്കാം. ഇതുപോലെ പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം.
ഇഡ്ഡലി ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇഡ്ഡലിയോടൊപ്പം ഞാൻ സാമ്പാറാണ് ചേർക്കുന്നത്. ഇഡ്ഡലിയും സാമ്പാറും നല്ല കോമ്പിനേഷൻ ആണല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഇതൊന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും വേണം.